അപ്പം ഇന്നലെ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദേ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദോശമാവെല്ലാം പുളിച്ച് പുറത്തിയാടിയിട്ടോ കുറച്ച്. ഞാനിത് ഇത്രയ്ക്ക് പുളിച്ച് പൊങ്ങുമെന്ന് വിചാരിച്ചില്ല. മഴയും തണുപ്പും ഒക്കെ ആയിരുന്നല്ലോ. അത് കാരണം ഞാൻ വേറൊരു പ്ലേറ്റ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. കുറച്ചൊക്കെ അതിലൂടെ സ്ലാബേക്കൂടെയൊക്കെ ചാടി. പക്ഷേ എന്നായാലും നല്ല രീതിയിൽ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. രാവിലെ ഇങ്ങനെ ആയി കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ദോശ ചൂടുന്നതിന് മുന്നേ ചമ്മന്തിക്കുള്ള പരിപാടി തേങ്ങയൊക്കെ അരച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ചെയ്തു. ആ കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ പാത്രങ്ങളായിരുന്നു കേട്ടോ ഇത്. പക്ഷേ അത് ഇൻഡക്ഷൻ കുക്കറിൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഗ്യാസേലാണെങ്കിലും നോർമൽ സ്റ്റൗവേലാണെങ്കിലും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്തേലാട്ടോ ഇന്നത്തെ ദോശ ചുടലും കാര്യങ്ങളും ഒക്കെ. അത്യാവശ്യം നല്ല പാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ തിരിച്ച് ഇതാക്കാനൊന്നും പോയില്ല. നമുക്കല്ലാണ്ടും യൂസ് ചെയ്യാവുന്നത് കാരണം വേറെ ഇതൊന്നുമില്ല. ഒത്തിരി അങ്ങ് വലിയ വലിപ്പം ഇല്ലയെന്നുണ്ടെങ്കിലും ഒരു സാധാ വലിപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നോൺ സ്റ്റിക്കാണ്. നമുക്ക് അങ്ങനെ അല്ലാണ്ട് മേടിക്കുന്ന കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന പോലെ തന്നെ നല്ല പാത്രങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. അതിന് 3 പാത്രത്തിനും കൂടെ കൂടിയിട്ട് ഒരു ലിഡും കൂടെ കൂടിയാട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ദോശ ചുടുന്നതിൻ്റെ ഒപ്പം തന്നെ രാവിലെ തക്കുടൂന് അങ്കൻവാടി പോകേണ്ടത് കാരണം ദോശ ചുടുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചമ്മന്തിക്കും അരച്ച് വെച്ചു. അതുപോലെ അവൾക്ക് കൊണ്ടുപോകാനുള്ള കുടിവെള്ളവും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. രാവിലത്തെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാട്ടോ. തക്കുടുവാണേലും കൂടെ ഓരോരോ കാര്യത്തിന് എൻ്റെ അപ്പുറ സൈഡിൽ നിന്ന് കുറുനരി നോക്കുന്നതിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ട് മറ്റേ ഡോറാബുജിക്കകത്ത്. അതുപോലെ പുള്ളിക്കാരി വന്ന് ക്യാമറയിലൊക്കെ ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ആ കൂടെ ഇച്ചിരി ഉഴുന്നും കൂടെ ഇട്ടിട്ടാട്ടോ കടുക് വറുക്കുന്നത്. അപ്പോൾ അങ്ങനെ കടുക് വറുത്ത് ചമ്മന്തി ഉണ്ടാക്കുന്ന ഒപ്പം തന്നെ അപ്പുറം ദോശ ഇടുന്നുണ്ട്. ഇവിടെ ഞാനും തക്കുടും മാത്രമേ ദോശ കഴിക്കുകയുള്ളൂ. ചേട്ടായിക്ക് മടിയെന്നല്ല, പുള്ളി ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന പൊറോട്ട കേട്ടോ. എവിടെ പോയാലും എന്ത് കാര്യം കഴിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞാലും ലാസ്റ്റ് അത് കറങ്ങി തിരിഞ്ഞ് പൊറോട്ടയിൽ വന്ന് നിൽക്കും. ഞാനാണെങ്കിൽ വല്ലപ്പോഴും ഒരെണ്ണം കഴിക്കുമല്ലാണ്ട് എനിക്കിങ്ങനെ കഴിക്കുന്നത് എന്തോ ഇഷ്ടമല്ല, എനിക്ക് പേടിയാണ്. നമുക്ക് വയറിന് കേടാണല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഞാനങ്ങനെ കഴിക്കത്തില്ല. പക്ഷേ ചേട്ടായി അതേ കഴിക്കുകയുള്ളൂ. അപ്പോൾ തക്കുടും ഒരു ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് തന്നെ പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അച്ചാച്ച വീട്ടിലുള്ള ദിവസമായത് കാരണം അച്ചാച്ച കേട്ടോ കൊണ്ടുവിടുന്നേ. ഞങ്ങൾ പോയ വഴിക്ക് ഏത് സ്കൂളിൽ ചേർക്കണം, കാരണം ഇപ്പം 3.5 വയസ്സായത് കാരണം ഞങ്ങൾ പിന്നെ കൊണ്ടുപോയി വിട്ടില്ല LKGയിലേക്ക്. അടുത്ത വർഷം വിടാമെന്ന് വിചാരിച്ചു. ഈ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ കൊണ്ട് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇവൾ കുറച്ച് നാളൂടെ അംഗൻവാടി പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സ്കൂളിൽ പോയി ചേർക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പോവാട്ടോ. എത്ര നാളായി തക്കുടു അംഗൻവാടി വന്നിട്ട്? ഇത് ഞാൻ പിടിക്കണോ? പോ. അപ്പം ഞങ്ങൾ തക്കുടുവിനെ അങ്കൻവാടിയിലൊക്കെ വിട്ടിട്ട് വന്നിട്ട് ഞാൻ രാവിലെ കാപ്പിയൊന്നും കുടിച്ചില്ലായിരുന്നു. ഞാൻ കാപ്പി കുടിച്ചു. ചേട്ടായി അല്ലാണ്ട് ദോശ കഴിക്കില്ലാത്തത് കാരണം വേറെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചു. തീരെ കഴിക്കില്ല ദോശ. അതുപോലെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഞാൻ നിർബന്ധിച്ചുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഒരു സിനിമയൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടായിക്ക് ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ കാരണം പുള്ളി ഉച്ചയ്ക്കത്തെ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 3:15 3:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തക്കുടൂനെ വിളിക്കാൻ വേണ്ടി പോവാട്ടോ. അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് എപ്പോൾ പോയി കഴിഞ്ഞാലും അതെ, അവൾ എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. കാരണം ഞാൻ ഇതുപോലെ വിളിക്കാൻ ചെല്ലുമ്പോഴാണേലും ഒരുങ്ങി അത്യാവശ്യം നന്നായിട്ടേ ഞാൻ കയറിപ്പോളൂ. തീരെ സമയമില്ല എങ്കിൽ മാത്രം കേട്ടോ ഞാൻ ചുമ്മാ വീട്ടിൽ കൂടെ നടക്കുന്ന ഇതിൽ നേരെ അങ്ങ് ഓടി ചെല്ലും. ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരുങ്ങിയൊക്കെ കയറി ചെല്ലുന്നത് കാരണം ഇവൾ കാണുമ്പോഴത്തേക്കും നീ ലിപ്സ്റ്റിക്ക് ഇട്ടോ, നീ പൊട്ട് തൊട്ടുകൊണ്ടാണോ വന്നേ, എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കും കേട്ടോ. അത് കേൾക്കാനാണെങ്കിലും ഒരു രസമൊക്കെ കേട്ടോ. അപ്പോൾ ഓടി വന്നിട്ട് എനിക്ക് ഉമ്മ തരും, അവൾക്ക് ലിപ്സ്റ്റിക്ക് കിട്ടാനാന്നൊക്കെ പറഞ്ഞോണ്ടേ. അപ്പോൾ ഞാൻ ഒരുക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ടായിരുന്നു 10 മിനിറ്റും കൂടെ കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നേരം അവിടെ അക്വേറിയത്തിൻ്റെ അടുത്തൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള സമയത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്ന് കൈയൊക്കെ വെച്ച് കൊടുക്കുന്നത് കാരണം മീനുകളെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടമായിട്ട് വന്ന് നിൽക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്യല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കയറി പോവുകയാണ്. അപ്പോൾ മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്കൻവാടിയുടെ അടുത്തൊക്കെ എത്തുന്നതിന് മുന്നേ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റ് വീശി. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് കയറിപ്പോയി. നമുക്ക് കുട നിവർത്തി ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. കുട നിവർത്തി ചൂടാനുള്ളൊരു
ഇതില്ലായിരുന്നു, കുട മറ്റേ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ മടക്കിക്കൊണ്ട് പോകുന്ന സൈസ് കാറ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് ദേണ്ട തക്കുടൂനെ വിളിച്ചുകൊണ്ട് തിരിച്ചു പോരുക. ഇവളപ്പോൾ വീട്ടിൽ അച്ചാച്ചയുണ്ട്. അപ്പോൾ രാവിലെ അച്ചാച്ചനെ കണ്ടത് കാരണം അച്ചാച്ച വീട്ടിലുണ്ടെന്ന് ഓർത്തുകൊണ്ട് പുള്ളിക്കാരി വരുന്നു. അപ്പോൾ അച്ചാച്ച ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നു. രാവിലെ കൊഞ്ഞ് മാറിയിട്ട ഡ്രസ്സില്ലേ, പാൻറ് മാറണ്ട. ഡ്രസ്സ് മാറപ്പത്തേക്ക് അമ്മ അപ്പാപ്പം എടുത്ത് വെക്കാം. അയ്യോ എന്തൊക്കെ ഡിമാൻഡാണോ ഒന്ന് അങ്കൻവാടി പോയിട്ട് വന്നേന്. തക്കുടൂന് വിശക്കുവാണ്. ദോശ കൊടുക്കാന്ന് പറഞ്ഞപ്പോ വേണ്ട. അപ്പൊ കപ്പ് കേക്ക് ഇരിപ്പുണ്ടായിരുന്നത് പൊന്നെ അമ്മ പാൽ ചായ എടുത്തേ. പാല് നീ ഇട്ടോളാന്. ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് അപ്പാപ്പം എടുത്ത് കഴിക്കട്ടോ. തക്കട് വന്നു ഓരോരോ പരാതി തുടങ്ങി കേട്ടോ. കൊതുകല്ല, വല്ല ഉറുമ്പ് കടിച്ചതായിരിക്കും. എന്തൊക്കെ പരാതിയാണോ? എന്നേ സാരമില്ല, കൊതുകിട്ട് നമുക്ക് അടി വെച്ചു. അടി കുക്കാ മടി. അമ്മ ചോറിഞ്ഞു തരാം. ഞങ്ങളുടെ കുഞ്ഞിക്കാലയില് കൊതുക് കടിച്ചു അല്ലേ? നമ്മള് പാപ്പച്ചായ ഉണ്ടാക്കാൻ പോവല്ലേ? അമ്മേടെ പൊന്നല്ലേ. എന്ത് പറ്റി അത് ഉമ്മ അരിച്ചു. ഉമ്പ് ചാടില്ല. ഇവിടെ കയറണ്ട. അമ്മ ചീത്തയില് പാല് തിളപ്പിക്കാൻ വെക്കാൻ പോവാ. നമുക്ക് ചായ ഉണ്ടാക്കാം. ചായ വെക്കാം. ചായ ഞങ്ങള് കവറ് പാല് മേടിക്കാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് മേടിക്കേണ്ട വന്നു. എനിക്ക് കവറ് പാല് ഇഷ്ടമല്ല. ചായ കുടിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ചൊവ പോലെ തോന്നും. പക്ഷെ ഇന്ന് പാല് കിട്ടിയില്ല, അപ്പം മേടിക്കേണ്ട വന്നു അല്ലേ പൊന്നെ? നീ അറിയാതെ ഞാൻ ലിപ്പിക്കിട്ടുകണ്ട. എന്റെ ദൈവമേ, കൊച്ചിനെ ഫോണിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണ് എഴുതിയിട്ടില്ല. മേക്കപ്പ് പോയി. ഭയങ്കര സങ്കടം. നമുക്ക് മേക്കപ്പ് ചെയ്യാട്ടോ ചായ കുടിച്ചിട്ട്. ഓക്കെ ഓക്കെ. ടീച്ചറിന്റെ അടുത്ത് പുതപ്പൊക്കെ പോയി ചൊങ്ങിയോ? അയ്യടാ, അമ്മയുടെ വെണ്ണി മിക്കാനുണ്ട്. ഇന്ന് എന്നാപ്പാപ്പ തിന്നേന്ന് പറഞ്ഞു. പാപ്പ ചായ തിളപ്പിക്കുന്നു. നീ എന്നാ ചെയ്ത ജഗ്ഗുനെ? ആ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ചെയ്യാൻ കൊള്ളാവോ പിള്ളേരെ? അങ്ങനെ കൂട്ടുകാരെ വക്കുണ്ടാക്കാൻ കൊള്ളാവോ? അങ്ങനെ വക്കുണ്ടാക്ക അവിടെ കേറില്ല. അവിടെ അമ്മ പാല് തിളപ്പിക്കാൻ വെച്ചേക്കും. ഈ അങ്ങനെ കൂട്ടുകാരെ വക്കുണ്ടാക്കാൻ ഇറങ്ങി വെക്കാം. അമ്മച്ചി ചായ ഇട്ടിട്ട് ഇവിടെ ഇരുന്ന ഏത് നേരം അടുക്കളല്ല എൻ്റെ കൂടെ. നമ്മുടെ തുണ്ടിടി ആടാ തുണ്ടിടി. പോ അപ്പുറം പോയിരുന്നു. അവിടെ ചൂടെടുക്കും. ചൂട് മറിക്കേ. ചില അപ്പുറം പോ. അമ്മ വരാം. അത് വായിൽ അങ്ങനെ കുത്തി കയറ്റി വെക്കരുത്. വല്ലോ അത് കൂട്ടും വരില്ല. തൊണ്ടേ പോകൂല. ഇച്ചിരിച്ച് കഴിക്കുക.
ഇതുണ്ടോ അന്നമ്പാടി ടീച്ചർ എന്നെ പഠിപ്പിച്ചു. അത് ഇറക്കിക്ക്, ഇറക്ക, ചിരിച്ച് ഇറക്ക. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട ഞാൻ മിറ്റം അടിക്കാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തക്കുട് ബോളും കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അല്ലാണ്ട് കളിക്കാൻ കൂടി ഇരിക്കാൻ സമയം കിട്ടില്ലാത്തത് കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അവളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് അവൾക്ക് സന്തോഷമാണ്. ഓടി പോയി ബോളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇടും. അപ്പം ഞാൻ ആ ചൂല് വെച്ച് തന്നെ അതിൻ്റെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെയും പോയി മിറ്റടിക്കുമ്പോഴത്തേക്ക് അവൾ ഓടി വരും. അപ്പം അങ്ങനെ കുറച്ച് നേരം മിറ്റടിച്ച് തീരുന്നോടം വരെ അങ്ങനെ കളിക്കാനൊക്കെ കൂടിയിട്ട് അവളുടെ കൂടെ ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്ക്. അങ്കവാടി വിട്ട് വന്നിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ മഴയില്ലാത്ത ദിവസമൊക്കെ ഞാൻ ഇതുപോലെ കളിക്കാൻ വിടുകയും കൂടെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്നായാലും പുള്ളിക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം അങ്ങനെ അവൾ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നേരം പുള്ളി ഒറ്റയ്ക്ക് കളിക്കും. എന്നാലും എൻ്റെ കൺവെട്ടത്താട്ടോ ഞാൻ നിർത്തുള്ളൂ. ഇത്രയും ഇടയുള്ളെങ്കിൽ പോലും എനിക്ക് ഭയങ്കര പേടിയാണ്. ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ അങ്ങനെ മാറിയൊന്നും നിൽക്കില്ല. അപ്പോൾ ഏത് നേരം ഇതുപോലെ പുറകെ കാണും. ഞാൻ കൂടെ കളിക്കാൻ കൂടണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വഴക്കൊന്നുമില്ല. അകത്ത് കയറാൻ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാന്നേ ഉള്ളൂ പുള്ളിക്ക്. അപ്പം അങ്ങനത്തെ ഉണ്ട് കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഇട്ട് നാക്കൊക്കെ എടുത്ത് വെളിയിലിട്ട് എന്തൊക്കെയോ കൊപ്രായൊക്കെ കാണിച്ചിട്ട് പിന്നെ എന്തേ ബോൾ കളിക്കാൻ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് മഴ തുടങ്ങിയ പിന്നെ ഞാൻ തോന്നുന്നു വേറെ ഇതായിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ അവിടെയൊന്നും വേറെ മോശമായിട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും ഭയങ്കര കൊതുക് കേട്ടോ ഇവിടെയൊക്കെ. അപ്പം ഞാൻ എന്നാൽ അവൾ കളിച്ചുകൊണ്ട് വരുന്നോളും എൻ്റെ കാര്യങ്ങളും നടന്നോളൂല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കും കേട്ടോ. ബോൾ എന്തി ബോള് അങ്ങനെ വിളിച്ചാൽ കൊതുകിനെ കൊല്ലാനൊന്നും പറ്റുന്നില്ല. കൊതുക് കയ്യെ കളിക്കുമ്പോൾ ഇങ്ങനെ അടിക്കാം. അപ്പടി കൊതുക് എൻ്റെ മുന്നിൽ ബോൾ എടുത്തോണ്ട് വരും. ബോൾ എവിടെ ഉണ്ട്? അങ്ങനെ തക്കുടുവിൻ്റെ കൂടെയുള്ള കളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊതുകടിയൊക്കെ കൊണ്ട് കയറി വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനും പെണ്ണും കൂടെ കുളിക്കാനൊക്കെ പോയി കേട്ടോ. അതിനിടയ്ക്ക് വീടിൻ്റെ അകം തുടയ്ക്കാനും അടിച്ചു വാരാനും ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചത് കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ അച്ചച്ച വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ മോൾക്ക് മിക്കവാറും ദിവസം എന്ന് പറഞ്ഞ പോലെ തലമുടി കഴുകി കൊടുക്കാറുണ്ട്. ഞാൻ ആഴ്ചയിൽ 2 തവണയൊക്കെ ആട്ടോ തല കഴുകുള്ളൂ. അത് ഒരു ഇടയ്ക്ക് എന്നും കഴുകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുടി ഉണങ്ങാനൊക്കെ താമസവും വരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെയിലി കഴുകുമ്പോഴത്തേക്കും ഒരുപാട് മുടി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആഴ്ചയിൽ ഇതുപോലെ 2 തവണയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം കുറവുണ്ട്. പക്ഷേ ഈ മഴക്കാലമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ നല്ല രീതിയിൽ ഈ ഇടയ്ക്ക് മുടി പൊഴിയുന്നുണ്ട്. അത് എന്നാ സംഭവം എന്നറിയത്തില്ല. അത് കാരണം ഞാൻ പണ്ടത്തെ പോലെ തന്നെ വീണ്ടും ഇതുപോലെ എണ്ണയൊക്കെ വെച്ച് തലമുടി ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്കും ഇതുപോലെ ചെറിയ രീതിയിൽ 1-2 ഡ്രോപ്പൊക്കെ എണ്ണ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് മസാജ് ചെയ്തിട്ട് കെട്ടി വെച്ചിട്ടാട്ടോ കിടക്കുന്നത്. അപ്പം ഇത് എങ്ങനെയൊക്കെ കെട്ടി വെച്ചിട്ട് കിടന്നാലും രാവിലെ ആകുമ്പോഴത്തേക്കും മുടി അഴിഞ്ഞ് കുറേയൊക്കെ പൊട്ടിപ്പോകാനുള്ളതൊക്കെ പൊട്ടി ഇതൊക്കെ ആയിട്ട് പോകും. എന്നാലും ഇതുപോലെ എണ്ണ വെച്ച് ജസ്റ്റ് ഒന്ന് തലമുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടാണ് കിടക്കുന്നത്. അപ്പോഴത്തേക്കും അച്ചാച്ച വന്നു. തക്കുട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ പുറകെയുള്ള നടപ്പ് തീർത്തിട്ട് അച്ചാച്ചയുടെ കൂടെ പോയിട്ടുണ്ട്.